ഹായ് ഗായ്സ്, നമ്മളിന്ന് ഇലക്ട്രിക് പവർ ജനറേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഏതെല്ലാം സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ സെക്ഷൻ്റെ പാർട്ട് 1 ആണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് പഠിക്കുന്ന മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എന്താണ് ഇലക്ട്രിക് എനർജിക്ക് ഇത്ര പ്രാധാന്യമുള്ളതെന്നും നമുക്ക് നോക്കാം. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് ഒരുപാട് ഫോമുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ ക്ലീൻ ആണ്. അങ്ങനെ മാത്രമല്ല, നമുക്കിപ്പം ഏതൊരു സോഴ്സിൽ നിന്നാണെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു എനർജി ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ട ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് ഒരു പ്രൈം മൂവർ ഉണ്ടാവണം, ഒരു അൾട്ടർനേറ്റർ ഉണ്ടായിരിക്കണം. ഇതിപ്പം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിക്ക് ചിലപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട. കാരണം സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് ഇത്രയും പറഞ്ഞ ഒരു സാധനം വേണ്ട ആവശ്യമില്ല. എന്നാൽ അതേസമയം ബാക്കിയുള്ള എല്ലാം, ഇപ്പം ഹൈഡ്രോ ഇലക്ട്രിക്കൽ ആണെങ്കിലും മറ്റുള്ള എല്ലാത്തിനും ഇതുപോലെ ഈ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം വേണം. പ്രൈം മൂവർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവും അൾട്ടർനേറ്ററിനും തമ്മിൽ മെക്കാനിക്കലായിട്ടാവും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പ്രൈം മൂവർ ആയിരിക്കും മൂവ് ചെയ്യുന്ന പാർട്ട്, ഒപ്പം ആൾട്ടർനേറ്ററിൻ്റെ റോട്ടർ സെക്ഷനും മൂവ് ചെയ്തിരിക്കുന്നുണ്ടാവും. ബൈ മെക്കാനിക്കലി കപ്പിൾഡായിട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം പ്രൈം മൂവറിനെ നമ്മൾ ഏത് ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പവർ പ്ലാന്റിനെ മൊത്തം നെയിം ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ നമ്മുടെ പ്രൈം മൂവറിൽ ചിലത് ടർബൈൻ ആയിരിക്കാം. ടർബൈൻ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബൈൻ ഉണ്ട്. അപ്പോൾ ആ ടർബൈനെ നെയിം ചെയ്തിട്ടും ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ നെയിം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറയുന്നത് ആൾട്ടർനേറ്ററിൻ്റെ റോട്ടറിലേക്ക് നമുക്ക് എപ്പോഴും ഒരു DC സപ്ലൈ കൊടുക്കണം. ആ DC സപ്ലൈ ചിലപ്പം നമ്മൾ ബൈ ബാറ്ററി ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ചിലപ്പം ആൾട്ടർനേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന AC റെക്ടിഫൈ ചെയ്ത് DC ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അത് 3-phase ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന AC എപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് 11 kV ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ മെജോറിറ്റി 11 kV ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളാണ്. അപ്പോൾ ഈ 11 kV നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പവർ ലോസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പം 110 kV ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ 220 kV ആയിട്ടായിരിക്കാം. എന്തായാലും 11 kVയേക്കാൾ ഉയർന്ന വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 3-phase ട്രാൻസ്ഫോമറും സ്റ്റാർട്ടിങ് എൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതെല്ലാം ഫോം ഓഫ് എനർജിയിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മെജോറിറ്റി പെർസെൻറ്റേജും നമുക്ക് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ്. പിന്നെ ഉള്ളത് തെർമൽ പവർ പ്ലാന്റുകളാണുള്ളത്. നമ്മൾ കേരളം കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് ഇപ്പം തമിഴ്നാട്, അതുപോലെ ഒരുപാട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള ഏരിയകളിലൊക്കെ മെജോറിറ്റിയും തെർമൽ പവർ പ്ലാന്റുകളാണുള്ളത്. അതിൽ സ്റ്റീം ടർബൈൻ, അതായത് സ്റ്റീം ആയിരിക്കും ആ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ടർബൈനോ ഡീസൽ എഞ്ചിനോ പോലെയല്ല, വേറൊരു എൻറ്റയർലി വർക്കിംഗ് ആണുള്ളത്. പിന്നെ ഉള്ളത് ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോറിയുടെയൊക്കെ അകത്തുള്ള ഡീസൽ എഞ്ചിൻ പോലെ അതിനേക്കാൾ വലിയ ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടായിരിക്കും. അത് ഡയറക്റ്റായിട്ട് ആൾട്ടർനേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഉണ്ടാകുന്ന ആ റൊട്ടേഷൻ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ റോട്ടറിനെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ റോട്ടർ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. പിന്നെ ഉള്ളത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇവിടെ ന്യൂക്ലിയർ ഫ്യൂവൽ യൂസ് ചെയ്തിട്ടാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഇതും ഒരു ടൈപ്പ് ഓഫ് തെർമൽ പവർ പ്ലാന്റ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് ഇലക്ട്രിക്കൽ എനർജി ഫ്രം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. റിന്യൂവബിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് വിൻഡ് ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, പിന്നെ അതുപോലെ ടൈഡൽ എനർജി. അങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൂടി വരുന്നൊരു ഏരിയയാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലേക്ക് കിടക്കാം. അപ്പം എങ്ങനെയാണ് ഇതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എന്തെല്ലാം പ്രധാനപ്പെട്ട പാർട്ടുകളുണ്ടെന്നും എല്ലാം നമുക്കിതിലേക്ക് ഒന്ന് നോക്കാം. പേര് പോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്
വെള്ളത്തിൽ നിന്നാണ്. ഇവിടെ വാട്ടർ ടർബൈനാണ് ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ളത്. ജനറേറ്റർ എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ റോട്ടർ സെക്ഷനുമായിട്ട് വാട്ടർ ടർബൈൻസ് ആണ് കപ്പിളായിട്ടുള്ളത്. വാട്ടർ ടർബൈൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് ഒരു പുഴയ്ക്കോ അല്ലെങ്കിൽ ഒരു തടാകത്തിനോ അല്ലെങ്കിൽ ഒരു അരുവിക്കോ ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യും. ഡാം എന്ന് പറയുന്നത് ഹ്യൂജ് സിവിൽ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഒരു മലയുടെ മുകളിലൊക്കെ ആയിട്ട് ഡാം കൺസ്ട്രക്ട് ചെയ്ത് അവിടെ നമ്മൾ വെള്ളം കെട്ടി നിർത്തും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എനർജി മാസ് മൂലവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഹൈറ്റ് മൂലം ഉണ്ടാകുന്ന ഈ MGH, നമ്മൾ പഠിച്ച ഈ MGH, ആ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം ഹൈറ്റിലേക്ക് പോകാൻ പറ്റും അത്രത്തോളം ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഡാം സാധാരണ കെട്ടാറുള്ളത്. പക്ഷേ നമുക്ക് മറ്റ് ഫിസിക്കലും അതുപോലെ നാച്ചുറൽ ഫാക്ടേഴ്സ് എല്ലാം അതിനനുകൂലമായിരിക്കണം. അപ്പം മാസ് എന്ന് പറയുന്നത് വെള്ളത്തിന് വരുന്നത്, അതുപോലെ ഗ്രാവിറ്റേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹൈറ്റാണ്. അതുകൊണ്ടാണ് ഈ ഡാമിൻ്റെയും പവർ ഹൗസിൻ്റെയും ഡിസ്റ്റൻസ് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഡാമിൽ നിന്ന് പൈപ്പ് വഴിയാണ് വെള്ളം എവിടെ എത്തിക്കുന്നത്, ഈ എവിടെയാണോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ എത്തിക്കുന്നത്. ആ പൈപ്പിന് നമ്മൾ ലാർജ് പൈപ്പിന് നമ്മൾ സാധാരണ പറയുന്നത് പെൻസ്റ്റോക്ക് എന്നാണ്. അങ്ങനെ ഈ പെൻസ്റ്റോക്കിലൂടെ താഴെ എത്തിക്കുന്ന വെള്ളത്തിന് നമ്മൾ ചെറിയ നോസിൽ വഴി, നോസിൽ എന്ന് പറയുന്നത് ഈ ഒരു ജെറ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എല്ലാത്തിലും എല്ലാ വാട്ടർ ടർബൈൻസിലും നോസിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇമ്പൾസീവ് ടർബൈൻസിലാണ് സാധാരണ. എന്താ ഇമ്പൾസീവ് ടർബൈൻസ് ഞാൻ പറയാം. അതാണ് സാധാരണ നോസിൽ ഉണ്ടാവാറുള്ളത്. നോസിൽ വഴി ഈ ടർബൈൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ഈ ചെറുപ്പത്തിൽ ഈ ടാപ്പിൻ്റെ ഒക്കെ അടിയിൽ ടാപ്പൊക്കെ തുറന്നിട്ടിട്ട് പമ്പരൊക്കെ വെക്കില്ലേ, ഈ പമ്പരം വെക്കുമ്പോൾ പമ്പരം അങ്ങനെ കറങ്ങുന്നത് കാണാറില്ലേ, സെയിം അതേ എഫക്റ്റ് തന്നെ. എന്താ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിനെ നമ്മൾ ആൾട്ടർനേറ്ററായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഈ റൊട്ടേഷൻ അല്ലെങ്കിൽ കൈനറ്റിക് എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ഇനി അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് കിടക്കാം. ഇത് തെരേസയുടെ ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞ ബുക്കിൽ നിന്ന് എടുത്തൊരു ഫിഗറാണ്. മെയിനായിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഉണ്ടാകുന്ന സെക്ഷൻസാണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് റിസർവോയർ, ഡാം, പ്രഷർ ചാനൽ, പിന്നെ സർജ് ടാങ്ക്, വാൾ ഹൗസ്, പെൻസ്റ്റോക്ക്, പവർ ഹൗസ്, റിവർ. ഇതിനി ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ റിസർവോയറും പവർ ഹൗസും നിൽക്കുന്ന ഹൈറ്റ് ഡിഫറൻസ് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ ഒരു ഫിഗറിൽ റിസർവോയർ ടോപ്പിലും പവർ ഹൗസ് താഴെയാണ്. അപ്പം ഇത് ഇത്രയും നിൽക്കുന്ന മലമുകളിൽ ഡാമിൽ നിന്ന് നമ്മൾ വാൾ ഹൗസ് വരെ ഒരു ഡോട്ടഡ് ലൈനാണ് കാണിച്ചിട്ടുള്ളത്. അതിനെ സാധാരണ പ്രഷർ ചാനൽ എന്നാണ് പറയുന്നത്. അതായത് തുരങ്കം വഴി, മല തുരന്ന് തുരങ്കം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാൾ ഹൗസ് വരെ വെള്ളം എത്തിക്കുന്നത്. അതായത് ഡാം മുതൽ വാൾ ഹൗസ് വരെ സാധാരണ പ്രഷർ ചാനലായിരിക്കും, ഇത് തുരങ്കമായിരിക്കും. അത് കഴിഞ്ഞാൽ വാൾ ഹൗസ് നിന്നാണ് നമ്മൾ പെൻസ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പെൻസ്റ്റോക്ക് പവർ ഹൗസ് വരെ ഉണ്ടായിരിക്കും. വാൾ ഹൗസിന് മുന്നെയാണ് സർജ് ടാങ്ക്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിരിക്കുക. കാരണം ഏതൊരു ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ്സും പഠിക്കാനുണ്ടാവും. അതുപോലെ എക്സാമിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പവർ പ്ലാന്റിൻ്റെ വർക്കിങ്ങും ചോദിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ, നമ്മളൊക്കെ എക്സാമിന് തള്ളുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി ഇത്രയും പോയിന്റുകൾ ആലോചിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഡാം തന്നെ, ഇതിപ്പം ഈ ഒരു ഫിഗറിൽ നമ്മുടെ ഇടുക്കിയിലെ ചെറുതോണി അണക്കെട്ടാണ് കാണിച്ചിട്ടുള്ളത്. അണക്കെട്ടല്ല, ശരിക്കും അതൊരു ഇടുക്കി ഡാമിൻ്റെ സ്പിൽവേ ആണ്. ഇടുക്കി ഡാം നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുക്കി കളയാനുള്ളൊരു ഏരിയ. അപ്പം അതുപോലെ മലയുടെ മുകളിൽ മലയുടെ ഇടയിലായിട്ട് ഹ്യൂജ് കൺസ്ട്രക്ഷൻ വർക്ക്, സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിനെയാണ് നമ്മൾ സാധാരണ ഡാം എന്ന് പറയുന്നത്. നമ്മുടെ എത്രത്തോളം നമുക്ക് വെള്ളം കെട്ടി നിർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ഒരുപാട് വെള്ളം കെട്ടി നിർത്തി ലാസ്റ്റ് ഭൂമി ഇടിയുക അല്ലെങ്കിൽ ഭൂമികുലുക്കം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ എല്ലാ സേഫ്റ്റി ഫാക്ടേഴ്സും നമ്മൾ നോക്കി അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു വയ്ക്കും. കാരണം വേനൽക്കാലത്തേക്ക് ഉള്ള ഒരു സ്റ്റോറേജ് കൂടിയാണ് ഡാം എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ ഇപ്പം കൃഷി ആവശ്യങ്ങൾക്കും അങ്ങനെ മറ്റുള്ള പല ആവശ്യങ്ങൾക്കും, ജലസേചന ആവശ്യങ്ങൾക്കും, കുടിക്കാൻ വരെ വെള്ളം എടുത്തു വയ്ക്കാൻ വേണ്ടി നമ്മളിപ്പം ഡാമുകൾ കെട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് ഡാമുകൾ കേരളത്തിലുമുണ്ട്.
രണ്ടാമത്തത് ടണൽ ആൻഡ് പെൻസ്റ്റോക്ക്. ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ചാനൽ. അപ്പം ഇതിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് പ്രഷർ ചാനൽ, അതായത് മല തുരന്ന് അതിന് കറസ്പോണ്ടിങ് ആയി കോൺക്രീറ്റ് ചെയ്ത് വെള്ളത്തിനെ ഡാമിൽ നിന്ന് വാൾവ് ഹൗസ് വരെ എത്തിക്കുന്ന ഒരു ഏരിയയുടെ ഒരു ഫിഗർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കുള്ളത് പെൻസ്റ്റോക്കാണ്. പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് വാൾവ് ഹൗസ് നിന്ന് വെള്ളത്തിനെ പവർ ഹൗസിലേക്ക് എത്തിക്കുന്ന ഒരു പൈപ്പ്, ലാർജ് പൈപ്പ്, ശരിക്കും സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് പൈപ്പ്സാണ്. അതിൻ്റെ ഉള്ളിലൊരു കോൺക്രീറ്റ് കോട്ടിങ് കൂടി ഉണ്ടായിരിക്കും. കാരണം ഈ വെള്ളം വരുന്നത് അത്രയും പ്രഷറിലായിരിക്കും. ഈ അത്രയും പ്രഷർ മൂലം ഈ വെള്ളം വരുന്ന സമയത്ത് പൈപ്പിന് ലീക്കോ പൊട്ടലോ ഒന്നും ഉണ്ടാകരുത്, അത്രയും സേഫ്റ്റി ആയിട്ടാണ് എത്തിക്കുന്നത്. അപ്പം ഈ പ്രഷർ ചാനൽ എന്താണ്, പെൻസ്റ്റോക്ക് എന്താണെന്ന് ഇനി മാറരുത്. അതായത് പ്രഷർ ചാനൽ എന്ന് പറയുന്നത് റിസർവോയറിൽ നിന്ന് വാൾവ് ഹൗസ് വരെ വെള്ളം എത്തിക്കുന്ന ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരു സെക്ഷനാണ് പ്രഷർ ചാനൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ സാധാരണ പ്രഷർ അത്ര നമ്മൾ ഈ പെൻസ്റ്റോക്കിൽ ഉണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും പ്രഷർ തന്നെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവാറില്ല. പക്ഷേ അപ്പോൾ ഈ സംശയം ചോദിക്കും, ഇപ്പോൾ ഈ ഫിഗറിൽ 3 പെൻസ്റ്റോക്ക്, ഇത് മൂന്നും ഈ 2 ഫിഗറും ഒരൊറ്റ ഡാമിൻ്റെയോ അല്ലെങ്കിൽ ഒറ്റ പവർ ഹൗസിൻ്റെയോ ഒരൊറ്റ സിസ്റ്റത്തിൻ്റെയോ അല്ല. എങ്കിൽ പോലും ഈ 3 ചെറിയ പൈപ്പുകളും പ്രഷർ ചാനലിൽ വലിയ പൈപ്പ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വാൾവ് ഹൗസിൽ നിന്ന് പൈപ്പുകൾ 3, 4, 2, 3, 4, 5 പൈപ്പുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ 5 പൈപ്പുകളിലും കൊണ്ടുപോകേണ്ട വെള്ളം ഏതിലൂടെയാണ് വരുന്നത്, ഈ ഒരു പ്രഷർ ചാനലിലൂടെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ ചാനൽ സാധാരണ പൈപ്പിനെ അപേക്ഷിച്ച് വലുതായിരിക്കും. മാത്രമല്ല പ്രഷർ ചാനൽ കൊണ്ടുവരുന്നത് സർജ് ടാങ്കിൽ കയറിയിട്ടാണ് വാൾവ് ഹൗസിൽ എത്തുന്നത്. വാൾവ് ഹൗസിൽ നിന്നാണ് പൈപ്പ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ വേർതിരിഞ്ഞ് 4, 5 പൈപ്പുകളായിട്ട് നമ്മുടെ പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. എത്ര ടർബൈൻ ഉണ്ടോ അത്രയും പൈപ്പുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പവർ ഹൗസിൽ 5 ടർബൈൻ ഉണ്ടെങ്കിൽ 5 പൈപ്പുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ 5 പൈപ്പുകളിലേക്ക് വേണ്ട, അല്ലെങ്കിൽ 5 ടർബൈനിലേക്ക് വേണ്ട വെള്ളം ഡാമിൽ നിന്ന് എത്തുന്നത് ഒരൊറ്റ പ്രഷർ ചാനലായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഈ സർജ് ടാങ്ക് എന്നൊരു ആയില്ലേ. അതിന് മുമ്പ് നമുക്ക് വാൾവ് ഹൗസ് എന്താണെന്ന് നോക്കാം. വാൾവ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാമിൻ്റെയും പവർ ഹൗസിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ സാധാരണ വാൾവ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് പൈപ്പിൻ്റെ വാൾവ് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തിനാണ് വാൾവ് ഹൗസ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പവർ ഹൗസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷട്ട് ഡൗൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുവൽ മെയിൻ്റനൻസ് വന്നു, നമുക്ക് അവിടേക്കുള്ള വെള്ളത്തിനെ തടഞ്ഞു നിർത്തണം. അല്ലെങ്കിൽ പെൻസ്റ്റോക്കിലൊരു റിപ്പയർ വന്നു, അപ്പോൾ ഈ വെള്ളത്തിനെ തടഞ്ഞു നിർത്തണം. ഡാമിൽ പോയിട്ട് നമുക്ക് ഇനി എന്തായാലും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരിക്കൽ ഡാം നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെ വെള്ളം വറ്റിച്ച് കളഞ്ഞിട്ടുള്ള പരിപാടികൾ, എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാറുള്ളൂ. സർജ് ടാങ്കിലും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെ ആകെയുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വാൾവ് ഹൗസാണ്. അവിടെ സാധാരണ ബട്ടർഫ്ലൈ വാളുകളോ അല്ലെങ്കിൽ അത്രയും തന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാൾവ്, അത്രയും പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാൾവുകളായിരിക്കും സാധാരണ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ വാൾവാണ്. അപ്പം വാൾവ് ഹൗസ് എന്ന് പറയുന്നത് സിംപിളി വാട്ടർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പെൻസ്റ്റോക്കിലും പവർ ഹൗസിലും എല്ലാ തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകളെല്ലാം ചെയ്യുക. വാൾവ് ഹൗസിൻ്റെ എൻഡ് നിന്നാണ് നമ്മുടെ പെൻസ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഉള്ളത് മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ മെയിനായിട്ട് ഉള്ളൊരു പറയേണ്ട ഒരു ഏരിയയാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. സർജ് ടാങ്ക് എന്തിനാണ് സർജ് ടാങ്ക്? കാരണം ഇത്രയും നമ്മൾ പറഞ്ഞതിൻ്റെ ഇടയിലൊന്നും സർജ് ടാങ്കിൻ്റെ പ്രായോഗിക അല്ലെങ്കിൽ എന്തിനാണ് പ്രാധാന്യം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സർജ് ടാങ്കിന് ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ സിസ്റ്റത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള റോള് തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ടർബൈൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പ്രോബ്ലം കാരണം ഈ ജനറേറ്റർ അങ്ങ് ഷട്ട് ഡൗൺ ആയി, അല്ലെങ്കിൽ ജനറേറ്റർ അങ്ങ് സ്റ്റോപ്പായ അടുത്ത ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനറേറ്ററിലേക്ക് വരുന്ന വെള്ളത്തിനെ, അല്ലെങ്കിൽ ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്ത ടർബൈനിലേക്ക് വരുന്ന വെള്ളത്തിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. അതും അങ്ങ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഈ പൈപ്പിൽ ഒരു ഹാമറിങ് വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പ്രഷറായിട്ടുള്ളൊരു വേവാണ്. അതായത് അത്രയും പ്രഷർ നമ്മുടെ പെൻസ്റ്റോക്കിൽ ഇൻക്രീസ് ചെയ്യും.
ഈ ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു ഫിനോമിന സാധാരണ വാട്ടർ ഹാമറിങ് എന്നാണ് പറയുക. അപ്പം ഇത് റെഡ്യൂസ് ചെയ്യാൻ നമുക്കുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഇൻക്രീസ് ചെയ്യുന്ന എന്തെങ്കിലും താഴെ, അതായത് പവർ ഹൗസിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് കാരണം എന്തെങ്കിലും നമ്മൾ പൈപ്പിൽ വരുന്ന വെള്ളത്തിനെ, പെൻസ്റ്റോക്കിൽ വരുന്ന വെള്ളത്തിനെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ടാങ്ക് പോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. അതായത് പെട്ടെന്ന് ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ മൂലം ഉണ്ടാകുന്ന അത്രയും വെള്ളം തന്നെ നമ്മുടെ ഈ സർജ് ടാങ്കിലേക്ക് അങ്ങ് കയറും. സർജ് ടാങ്കിലേക്ക് അങ്ങ് കയറി അതിലുള്ള സർജ് ടാങ്കിലെ വാട്ടർ ലെവൽ അങ്ങ് ഇൻക്രീസ് ചെയ്യും. അതോടുകൂടി ആ പ്രഷർ എന്ത് ചെയ്യും, പൈപ്പിലുള്ള പ്രഷർ നമുക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും അല്ലെങ്കിൽ റിലീസ് ആവും. അതായത് സിംപ്ലി സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രഷർ റെഗുലേറ്ററാണ്. അതുപോലെ തന്നെ സർജ് ടാങ്കിന് ഡാമിൻ്റെ തന്നെ അത്രയും ഹൈറ്റ് ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്താണ് സർജ് ടാങ്ക് എന്നുള്ളത് ഇനിയും മറക്കാൻ പാടില്ല. പിന്നെയുള്ളത് മെയിൻ സെക്ഷൻ, നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റും എല്ലാ കാര്യങ്ങളും, ജനറേറ്ററും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എവിടെയാണോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് പവർ ഹൗസ് എന്ന്. സാധാരണ നമ്മുടെ ഡാമിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ, ഡാമിൻ്റെ അടിത്തട്ടല്ല, ഡാം ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മലയുടെ ഏറ്റവും താഴ്വാരത്തിലായിരിക്കും, ആ വാലിയിലായിരിക്കും നമ്മൾ പവർ ഹൗസ് കൊണ്ടുവച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം വരുന്ന പെൻസ്റ്റോക്ക് ഇവിടെ വെച്ചിട്ട് പെൻസ്റ്റോക്കിൽ വരുന്ന വെള്ളം ഇവിടെ വെച്ച് ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നപ്പം ടർബൈൻ്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പവർ ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു. ഇത്രയും ഫങ്ഷൻസാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എല്ലാം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് കൂടി ഇവിടെ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനെ നമ്മൾ പുറത്തേക്ക് കളയണം. ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പൺ ചാനലായിരിക്കും, പിന്നെ ഇനി ആ വാട്ടറിന് പ്രത്യേകിച്ച് പ്രഷർ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ടർബൈനിലെ വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ ഒരു ടണൽ വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ വഴിയോ തിരിച്ച് പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടും. ആ ഒരു സംഭവത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെയിൽ റേസ് എന്ന് പറയുന്നത്. അതായത് ടർബൈനിൻ്റെ ഡിസ്ചാർജ് വാട്ടറിനെ പുറത്തേക്ക് കളയാം. അത്രയേ ഉള്ളൂ ടെയിൽ റേസ് എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ചിലപ്പം നമ്മളത് ഒറിജിനൽ പുഴയിലേക്ക്, അതായത് ആ ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരുന്ന ചിലപ്പോൾ വല്ല പുഴയ്ക്ക് കുറുകെ ആയിരിക്കും. അപ്പോൾ ആ പുഴയുടെ ബാക്കി ഭാഗത്തേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ വെള്ളം തുറന്നു വിടുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിവറിലേക്കായിരിക്കും, എങ്ങനെയായിരിക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ടർബൈൻസാണ്. കാരണം ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടും ടർബൈനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ മെജോറിറ്റി ആയിട്ട് ടർബൈനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെൽട്ടൺ വീൽ ടർബൈൻ. പെൽട്ടൺ വീൽ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഹെഡ് ടർബൈനാണ്. നമ്മുടെ പള്ളിവാസൽ അതുപോലെ ഇടുക്കി എല്ലാം പെൽട്ടൺ വീൽ ടർബൈൻസ് ആണുള്ളത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള നോസിലുള്ളത്. അതായത് വാട്ടർ വന്ന് ഈ നോസിലൂടെ ഈ പെൽട്ടൺ വീലിൻ്റെ മുകളിൽ തട്ടുന്ന സമയത്ത് ഓരോ വീലും നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. വാട്ടർ വരുന്ന അതേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് വെർട്ടിക്കൽ ടർബൈൻസും ഉണ്ട്, ഹൊറിസോണ്ടൽ ടർബൈൻസും ഉണ്ട്. അതായത് നമ്മൾ ടർബൈൻ ഷാഫ്റ്റിനെ വെർട്ടിക്കലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ പെൽട്ടൺ വീലാണ്. അത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് ഹൊറിസോണ്ടൽ പെൽട്ടൺ വീലാണ്. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ശരിക്കും വാട്ടറിൻ്റെ ഇമ്പൾസീവ് ആക്ഷനിലാണ് വർക്കിംഗ് നടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം റിയാക്ഷൻ ടൈപ്പ് ടർബൈൻസാണ്. ഒന്ന് ഫ്രാൻസിസ് ടർബൈൻ. ഈ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ടൈപ്പ് ടർബൈനാണ്. അതായത് വാട്ടറിലെ പ്രഷർ ചേഞ്ചാണ് ടർബൈൻസിന് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക കേസിങ്ങും മറ്റുള്ള കാര്യങ്ങളെല്ലാം വേണം. കാരണം ആ വാട്ടർ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ചാണ് എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിസ് ടർബൈനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാട്ടർ ടൈറ്റ് കേസ് ഈ ഒരു ടർബൈൻ ആവശ്യമാണ്. അതുപോലെ 40 മീറ്റർ മുതൽ 60 മീറ്റർ വരെ 600 മീറ്റർ വരെയാണ് ഈ ഒരു ടർബൈൻ്റെ റേഞ്ച് ഉള്ളത്. സാധാരണ ചില ബുക്സിലെല്ലാം അത് 50 മുതൽ 300 വരെ എന്നല്ല ഉണ്ടാവുക. 300 മുതൽ
അങ്ങോട്ടേക്ക് പെൽറ്റൺ വീലുകൾ, പല ഓതേഴ്സ് എഴുതുന്ന ബുക്കുകളിൽ പല ഈ ഒരു വാട്ടർ ഹെഡ് റേഞ്ചാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇത് തോന്നുന്നു അത് എഴുതാം. സാധാരണ നമ്മളെ ചില ബുക്സിലെല്ലാം 0 മുതൽ 50 മീറ്റർ വരെ കപ്ലാൻ ടർബൈൻസ്, 50 മുതൽ 150 അല്ലെങ്കിൽ 300 മീറ്റർ വരെ ഫ്രാൻസിസ് ടർബൈന്, അവിടെ നിന്ന് അങ്ങോട്ട് പെൽട്ടൺ വീൽ ടർബൈൻ എന്നാണ് ചില ബുക്കുകളുള്ളത്. ചിലത് 0 മുതൽ 30 വരെ കപ്ലാൻ, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ഞാനൊരു ഇതിലൊരു ആവറേജ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതായത് വാട്ടർ ഒരു ഭാഗത്ത് കൂടെ എൻ്റർ ചെയ്ത് ഓരോ ഗൈഡ് വെയിൻസ്, സ്റ്റേ വെയിൻ എന്ന് പറഞ്ഞ 2 വെയിനുകളുണ്ട്. അതിൽ ഗൈഡ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഇതിലെ റോട്ടറിലേക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വാട്ടറിനെ കടത്തി വിടുന്ന രീതിയിൽ നമുക്ക് ഗൈഡ് വെയിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും ബൈ എക്സ്റ്റേണൽ മെക്കാനിസം. അപ്പം ഈ വരുന്ന വെള്ളത്തിനെ ഓരോ വെയിനിലൂടെയും കടത്തി വിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടലുണ്ട്, വെർട്ടിക്കലുണ്ട്. അപ്പം ഷാഫ്റ്റ് വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ ഫ്രാൻസിസ് ടർബൈൻ ആണ്, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്രാൻസിസ് ടർബൈൻ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫിഗർ കാണിച്ചിട്ടുള്ളത് വെർട്ടിക്കലാണ്, ആൻഡ് സെക്കൻഡ് ഫിഗർ കാണിച്ചിട്ടുള്ളത് ഹൊറിസോണ്ടൽ മൗണ്ടിങ് ആണ്. ഇനിയുള്ളത് കപ്ലാൻ ടർബൈൻസ്. സാധാരണ ലോ ഹെഡ് അപ്ലിക്കേഷൻസിലാണ് നമ്മൾ കപ്ലാൻ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. ഫ്രാൻസിസ് ടർബൈൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത്. പക്ഷേ ലോ ഹെഡ് ആണെങ്കിലും വാട്ടർ ഡിസ്ചാർജ് കൂടുതൽ വേണം, എന്നാൽ മാത്രമേ കപ്ലാൻ ടർബൈന് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് ടർബൈൻ ആണെങ്കിൽ മീഡിയം ഹെഡാണ്, മോഡറേറ്റ്ലി മീഡിയം വാട്ടർ ഡിസ്ചാർജ് മതി. പക്ഷേ കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഹെഡാണ്, വാട്ടർ ഡിസ്ചാർജ് കൂടുതൽ വേണം, എങ്കിൽ മാത്രമേ ഈ ഒരു കപ്ലാൻ ടർബൈൻ വർക്ക് ചെയ്യുള്ളൂ. ഫ്രാൻസിസ് ടർബൈൻ വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കപ്ലാൻ ടർബൈൻ വർക്ക് ചെയ്യും. കാരണം 40 അല്ലെങ്കിൽ 50 മീറ്റർ ഹെഡിന് താഴെ വാട്ടർ ഹെഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈൻ വർക്ക് ചെയ്യില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കപ്ലാൻ ടർബൈൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കപ്ലാൻ ടർബൈൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഹൈ ഫ്ലോ ലോ ഹെഡ് പവർ പ്രൊഡക്ഷൻ. അത് ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ഫ്രാൻസിസിലേക്ക് വരുന്ന സമയത്ത് ഇത് മീഡിയ ആവുന്നു മാത്രം. ഇതാണ് കപ്ലാൻ ടർബൈൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഇത് തന്നെ റേഡിയലി കപ്ലാൻ ടർബൈൻ്റെ, അതുപോലെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട് ഈ ഒരു സംഭവത്തിൽ. ഇവിടെ കപ്ലാൻ ടർബൈനിൽ ആ ടർബൈൻ ഭാഗത്തുള്ള വെയിൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വെള്ളം കൂടുതലുള്ള സമയത്ത് വെയിൻസ് മാക്സിമം അടുത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് മാക്സിമം വിടുത്ത് കൂട്ടി വെച്ചിട്ടും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ റേറ്റിംഗ് സെയിം ആക്കി നിലനിർത്താൻ പറ്റും. ഇനി ഇത് കൂടാതെയും കുറച്ചുകൂടി പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഇതിൽ ഫ്രാൻസിസ് ടർബൈൻസ്, അതുപോലെ ഫിക്സ്ഡ് പിച്ച് പ്രൊപ്പല്ലർ, ടർഗോ, ക്രോസ് ഫ്ലോ, കപ്ലാന്, പെൽറ്റൻ, അങ്ങനെ ഇനിയും കൂടുതലുണ്ട്. ഇനിയും വേറെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബൾബ് ടർബൈൻസ്, അങ്ങനെ ട്യൂബുലർ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇനിയുള്ളത് നമുക്ക് ഏത് സെലക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് സൈറ്റിൽ നമുക്കൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒന്ന് അവൈലബിൾ ഓഫ് വാട്ടർ, കാരണം ഇത് വാട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർ പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അവൈലബിലിറ്റി, ഒരു ഡാം കെട്ടാൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പവർ പ്ലാന്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത് ഹെഡ് വാട്ടർ അവൈലബിൾ ആയിരിക്കണം. നാലാമത്തത് ട്രാൻസ്പോർട്ടേഷൻ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആക്സസബിൾ ആയിരുന്ന രീതിയിൽ മാത്രമേ നമുക്കിത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ആവശ്യമില്ല, വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ പുക അങ്ങനെയുള്ള ഒന്നുമില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഓയിൽ, അങ്ങനെ പെട്രോൾ, ഡീസൽ, അങ്ങനെ ഒന്നും തന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ആ ഒരു ഏരിയ. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, മെയിൻ്റനൻസ് കുറവായിരിക്കും. അതുപോലെ ഒരുപാട് കാലം ലോങ്ങർ ലൈഫ് ഉണ്ടായിരിക്കും, റോബസ്റ്റ് ആണ്. അതുപോലെ ഈ ഡാമും റിസർവോയറും ഇറിഗേഷൻ പർപ്പസിനും, അതുപോലെ ഫ്ലഡ് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇറിഗേഷൻ പർപ്പസ് അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ കുടിക്കാനുള്ള വെള്ളം എല്ലാം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും.
പിന്നെയുള്ളത് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടി ലാർജ് ഏരിയ തന്നെ നമുക്ക് പോകും. ഇപ്പോൾ ഒരു മലമുകളിൽ നമ്മളൊരു ഡാം കെട്ടുന്ന സമയത്ത് ഡാം കെട്ടിയാൽ മാത്രം പോരാ, അതിൽ അത്രയും വെള്ളം വരുന്ന സമയത്ത് അത്രയും ഏരിയ തന്നെ എന്താവും, അവിടുത്തെ ആവാസ വ്യവസ്ഥകളും മറ്റും എല്ലാം നഷ്ടപ്പെടും. പിന്നെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഡാം, പെൻസ്റ്റോക്ക്, വാൾ ഹൗസ്, ടണൽ എല്ലാം കൂടി വരുമ്പോൾ ഒരുപാട് ക്യാഷ് ചിലവാകും. അതുപോലെ തന്നെ വെതർ കണ്ടീഷനെ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ ഒരു മഴക്കാലത്ത് മഴ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേനൽക്കാലത്ത് നമുക്ക് ലോഡ് ഷെഡിങ് ആണ്. അതെന്ന് പറയുന്നത് കാരണം മഴ പെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എവിടെ, ഇപ്പം ലോഡ് എവിടെ വേണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഇലക്ട്രിസിറ്റി വേണ്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഈ ഒരു പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരുപാട് ദൂരെ മലമുകളിലും അതിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി നമുക്ക് പട്ടണ ഭാഗങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ട്രാൻസ്മിഷൻ കോസ്റ്റും ഒരുപാട് കൂടുതലാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.